സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാന ദിവസം 5ാം ദിനം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് MT നീള ഹാൾ സെൻട്രൽ സ്റ്റേഡിയം. അവിടെ മത്സരങ്ങൾ തുടങ്ങാനിരിക്കുന്നു. വഞ്ചിപ്പാട്ട് മത്സരമാണെന്ന് പ്രധാന വേദിയിലുള്ളത്. ഇരുള നൃത്തം മറ്റൊരു വേദിയിൽ നടക്കും. ഏതായാലും വേദികളിൽ നിന്ന് മത്സരം കുറവാണ്. പ്രധാനമായും വഞ്ചിപ്പാട്ട് മത്സരമാണ് നടക്കുക. ഉച്ചയോടെ മത്സരങ്ങൾ അവസാനിക്കും. വൈകുന്നേരം ടൊവിനോ തോമസും ആസിഫ് അലിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും മത്സരാവേശം ഒരല്പം താഴേക്ക് പോയിട്ടുണ്ട്. കാരണം കപ്പാർക്കെന്നറിയാനുള്ള പോരാട്ടത്തിൻ്റെ നിമിഷങ്ങൾ മാത്രമാണ്. കാരണം മത്സരങ്ങൾ ചുരുങ്ങിയത് മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കൊപ്പം ശാലിനിയും മനോജും ഇതേ വേഷത്തിലൊപ്പം ചേരും. ശാലിനി, മനോജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കലോത്സവത്തിൽ ഏതൊക്കെ മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു? ഇപ്പോൾ പോയിന്റ് നിലയിൽ തൃശ്ശൂരാണ് മുന്നിൽ എന്ന് മനസ്സിലാക്കുന്നു. എത്ര പോയിന്റിന്റെ വ്യത്യാസമാണ് 2ാം സ്ഥാനക്കാരായ കണ്ണൂരും 1ാം സ്ഥാനക്കാരായ തൃശ്ശൂരും തമ്മിലുള്ളത്? കാര്യങ്ങൾ ഒരുപാട് അറിയാനുണ്ട്, പറയൂ. കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കലോത്സവങ്ങളും കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകളുണ്ട് എന്ന് പറഞ്ഞു. നാടകവേദികളിലേക്ക് കൃഷ്ണനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു, വേദികളിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടും തള്ളാണെന്ന് പ്രേക്ഷകർ പറയുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, തള്ളല്ലെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്കിതെല്ലാം ഒരു ആവേശമാണ് അല്ലേ? ഒരു കാര്യം ഇപ്പോ ഈ ആദ്യകാല ലൈവ് റിപ്പോർട്ടർമാരിൽ ഒരാളായിരുന്നു നമ്മുടെ അനിൽ നമ്പ്യാർ. അതെ. അപ്പൊ എനിക്ക് ഈ അനിൽ നമ്പ്യാരുമായി ചാനലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഒരു ബന്ധം അത് നേരിട്ടായിരുന്നില്ല. അതായത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ പത്മതീർത്ഥ കുളത്തിൽ ഒരു ആളെ മാനസികമായി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ഒരാൾ മുക്കിക്കൊന്നിരുന്നു. ആ നിമിഷങ്ങൾ തത്സമയം സൂര്യ TVയിലൂടെ അന്ന് അനിൽ നമ്പ്യാരാണ് റിപ്പോർട്ട് ചെയ്തത്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വലിയ എന്തുകൊണ്ട് അതിങ്ങനെ തത്സമയം നിങ്ങൾ കാണിച്ചു ഒരാളുടെ ജീവൻ? പക്ഷെ അന്നും മാധ്യമ പ്രവർത്തനം അങ്ങനെ തന്നെയാണ് എന്ന് പറയാനാണ് അനിൽ നമ്പ്യാർ ശ്രമിച്ചത്. അത് എന്റെ ഡ്യൂട്ടി എന്ന് പറയാനാണ് ശ്രമിച്ചത്. അതും ഞാനുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ TTC കലോത്സവം, സംസ്ഥാനതല TTC കലോത്സവം നടക്കുകയാണ്. ആ TTC കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോകുന്നു. ഞാൻ അവതരിപ്പിച്ചത് ഈ സംഭവമായിരുന്നു. അന്ന് എന്തിനു നോക്കി നിന്നു നമ്പ്യാരെ എന്ന് തന്നെയാണ് ചോദ്യം ഉയർത്തിയത്. പിന്നീട് പിൽക്കാലത്ത് യാദൃച്ഛികമായെങ്കിലും ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. വളരെ സൗഹൃദമുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അനിൽ നമ്പ്യാർ. അപ്പോൾ സംസ്ഥാന TTC കലോത്സവത്തിൽ ഞാൻ A ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ട്. സത്യമായിട്ടും വാങ്ങിച്ചിട്ടുണ്ട്. സ്കൂൾ കലോത്സവത്തിൽ ജില്ലാതലത്തിൽ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ മോണോ ആക്ടിന് A ഗ്രേഡ് വാങ്ങിച്ചു. നാടക മത്സരങ്ങൾ ജീവനായിരുന്നു. അമച്ചൂർ നാടകങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് പാലോട് ചിന്താസീമ എന്നൊരു സമിതി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് നാടക മത്സരം നടത്തും. രാമായണത്തിലെ ഒരേട് ചേർത്ത് പിടിച്ച ഒരു നാടകമായിരുന്നു. അതിങ്ങനെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോവുക, നന്നായി പെർഫോം ചെയ്യുക, സമ്മാനങ്ങൾ വാങ്ങുക, ചിലപ്പോൾ നിരാശയായിരിക്കും കിട്ടുക. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കലയുമായി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷത്തിന്റെ നിമിഷം തന്നെയായിരുന്നു. അതുകൊണ്ട് ശരി, എന്തായാലും നമ്മുടെ ശാലിനി അവിടെ തുടരുന്നുണ്ട്. ശാലിനിയുടെ കൂടെ മനോജുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്തായാലും നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം വിവിധ വേദികളാണ് വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ അതിലൊരു ഇതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഈ വേദികളിലെല്ലാം കറങ്ങി നടന്ന റിപ്പോർട്ടർ കൂടിയാണ് മനോജ്. അതെ, ശരി. എന്തായാലും ശാലിനി, എത്രത്തോളം ആവേശമാണ് ഈ അവസാന ദിവസവും? ഇനി വരുന്ന മത്സര ഇനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ആരാണ് മുന്നിൽ? ഇഞ്ചോടിഞ്ച് പോരാട്ടം ആരൊക്കെ തമ്മിലാണ്? ദേവിക കൃഷ്ണരാജ, വലിയ വൈബിലാണ് മനോജ് ഉള്ളത്. എന്തായാലും അന്ന് ഞാൻ കനകക്കുതിൽ പിടിച്ച പിടി ഇതുവരെ വിട്ടിട്ടില്ല, എൻ്റെ കൂടെ തന്നെയുണ്ട്. ഒരു വേദിയിലേക്കും പിന്നെ ഒറ്റയ്ക്ക് പോകാൻ അനുവദിച്ചിട്ടുമില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിന്, അത് വേദി 1 MT നീള വേദിക്ക് മുൻപിൽ നിന്നാണ്, സെക്രട്ടേറിയറ്റിന് സമീപത്ത് നിന്നാണ്. വലിയ രീതിയിലൊരു ആവേശം പുറമേ ഉണ്ട്. തൃശ്ശൂർ, ഒരുപക്ഷെ തൃശ്ശൂരിന്റെ തേരോട്ടം ഈ അവസാന ദിവസം തുടരുകയാണ്. 965 പോയിന്റുമായി ഇപ്പോൾ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് തൃശ്ശൂരാണ്. കലാകിരീടം തൃശ്ശൂരേക്ക് പോകുമോ അതോ കണ്ണൂർ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ആരാധകരും നമ്മളുമൊക്കെ ഉറ്റുനോക്കുന്നത്. എന്തായാലും മനോജിനോട് കൂടുതൽ വിശേഷം ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് 8 വേദികളിൽ മത്സരമില്ല, വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഇന്ന് നടക്കാനുള്ളത്. വഞ്ചിപ്പാട്ട്, പളിയ നൃത്തം, ഇരുള നൃത്തം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾ ഇന്ന് നടക്കാനുണ്ട്. രാവിലെ 9:30 വേദികളെല്ലാം ഉണരുകയും ചെയ്യും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി ഉദ്ഘാടന വേദി, അതായത് വേദി 1 ഉദ്ഘാടന വേദി ഇന്ന് സമാപന സമ്മേളനത്തിനായി കൈമാറേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. കലാമാമാങ്കത്തിന്, കലാപൂരത്തിന് കൊടിയേറി
കൊടിയിറക്കാൻ, ഒപ്പം തന്നെ കുട്ടികൾക്ക് ആവേശം പകരാൻ പ്രമുഖ നടന്മാരായ ടൊവിനോ തോമസ് എത്തുന്നുണ്ട്, ആസിഫ് അലി എത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു പൂരം കൊടിയിറങ്ങുകയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം ഒക്കെ റിപ്പോർട്ട് ചെയ്ത മനോജ് ഒപ്പം എനിക്ക് ചേരുന്നുണ്ട്. മനോജ്, എങ്ങനെയുണ്ട്? അവസാന ദിവസത്തിലേക്ക് മത്സരങ്ങൾ എത്തുകയാണ്. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ. നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു അയ്യോ ഒരുപാട് ദിവസമുണ്ട്, ഇനി എങ്ങനെ തള്ളി നീക്കുന്നുള്ളത്. ഇനിയിപ്പോ സമയം കഴിഞ്ഞ് എന്ത് ചെയ്യും? അവസാന ദിവസമാണ്, ആര് കപ്പടിക്കുമെന്ന് ആദ്യമേ തന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ ജില്ലകളായിട്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. എന്തായാലും അവസാന ദിവസം നോക്കുമ്പോൾ രാവിലെ മുതൽ തന്നെ 965 പോയിന്റുമായിട്ട് തൃശ്ശൂരാണ് മുൻപിലുള്ളത്. ഇത്തവണ ഗഡികൾ കപ്പടിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. എന്തായാലും പൂരങ്ങളുടെ നാട്ടിൽ നിന്നും അനന്തപുരിയിലെത്തി കപ്പടിച്ച് കപ്പുമെടുത്ത് തിരികെ കൊണ്ടുപോകുമോ, കണ്ണൂരിൽ നിന്നും കപ്പ് തൃശ്ശൂരിലെത്തുമോ എന്ന് നമുക്ക് നോക്കിയറിയണം. എന്തായാലും നമുക്ക് പിന്നിൽ ഇവിടെ ആളുകളുണ്ട്. ഈ കലോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികളെയൊക്കെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്ത് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നൽകിയ ഇവിടെയുള്ള കടകളുടെ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ലോട്ടറി ചേട്ടാ ആരാണ് ആ ഭാഗ്യവാൻ? ഇത്തവണ ആരായിരിക്കും ഭാഗ്യവാൻ ഇത്തവണ? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടാ ചേട്ടാ. കലോത്സവത്തിന് ആര് കപ്പടിക്കും? എനിക്ക് പറയാൻ ഒക്കില്ല. ആർക്കും പറയാൻ ഒക്കില്ല. ഇനിയുമുണ്ട് സമയം. രാപ്പകലുകൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലസ്ഥാന നഗരം സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇവിടെ എന്തെങ്കിലുമൊക്കെ ആഘോഷം കാണും. ആ ആഘോഷങ്ങളൊക്കെ ഉണരാത്ത നഗരം എന്നൊരു പക്ഷേ നമ്മൾ മറ്റു പുറത്തെ നഗരങ്ങളെ പറയുന്നത് പോലെ തിരുവനന്തപുരത്തെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മറ്റൊരു കാര്യം പറയാനുള്ളത്, രാവിലെ ശാലിനിയും മുണ്ടും തമ്മിലുള്ള യുദ്ധമായിരുന്നു. പൊരിഞ്ഞ യുദ്ധത്തിന് ശേഷം ഇപ്പോ ഇവിടെ വന്ന് 2 ഡയലോഗ് എടുക്കുവാൻ വേണ്ടിട്ട് എന്തായാലും ആ ഡയലോഗ് നരിച്ചേ. ഞാൻ രാവിലെ മുതൽ തന്നെ ഒരു മൽപ്പിടുത്തം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കോസ്റ്റ്യൂമിൽ എത്തിയത്. പലരും നമ്മളോട് ചോദിച്ചു എനിക്ക് എങ്ങനെ പറ്റിയെന്നുള്ളത്. എന്തായാലും ടൊവിനോ തോമസ് വരുമ്പോൾ എന്തായാലും നമുക്ക് മുണ്ടെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ലൂസിഫറിന്റെ ഡയലോഗ്, അത് പ്രത്യേകിച്ച് ആ സിനിമയുടെ ചിത്രീകരണം നടന്ന സ്ഥലം കൂടിയാണ് തലസ്ഥാനം. അപ്പോൾ മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ പി കെ രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് അങ്ങനെ തിരുവനന്തപുരത്ത് നിൽക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളെന്തായാലും കലാശക്കൊട്ടിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മുണ്ടൊക്കെ കൊടുത്ത് ഞങ്ങള് ടീം ജനം റെഡിയാണ്. ആവേശത്തിൽ നമുക്കൊപ്പം കൊല്ലത്ത് നിന്നുള്ളൊരു ടീം കൂടി ചേരുകയാണ്. മാഷും പിള്ളേരും ഇവിടെ തയ്യാറാണ്. അവർ നാടകമാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു വേദിയിൽ, ഈ ഒരു കോസ്റ്റ്യൂമിൽ നാടകം അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് അവരൊരു പാട്ട് പാടാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ മനോജ്, പാട്ട് പഠിപ്പിച്ചാലോ? എന്തായാലും ഒരു പാട്ടാവല്ലേ? നാടകത്തിലെ പാട്ടല്ലേ? നാടകത്തിലെ പാട്ട് തന്നെ ആയിക്കോളൂ. എന്തായാലും രാവിലെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും രാവിലെ ഉഷാറാവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവരിലേക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് പ്രാക്ടീസ് ഒക്കെ? എല്ലാം രാവിലെ തന്നെ ആവേശത്തിലാണോ? ആരാ കപ്പടിക്കുക? കപ്പ് കൊല്ലം കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? കൊല്ലം കൊണ്ടുപോകത്തില്ല. അയ്യോ, കൊല്ലത്തുനിന്ന് കൊല്ലം കൊണ്ടുപോകില്ല. എന്തായാലും ഇനി തൃശ്ശൂരാണ് മുന്നിലുള്ളത്. നമുക്ക് ഇനിയും ഒരുപാട് വേദികളിലൊക്കെ എത്താനുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ എല്ലാവരും ആക്റ്റീവാണ്. ഇവിടെ വേറൊരാളുണ്ടായിരുന്നല്ലോ, ഓട്ടോക്കകത്തായിരിക്കുന്നത്. ഇറങ്ങി വന്നേ. എന്തായാലും നമുക്കൊരു പാട്ട്, രാവിലെ തന്നെ ഒരു പാട്ടിലേക്ക് പോകാം. പേരെന്താ? പാട്ട് പാടുന്ന ആളുടെ പേരെന്താ? എല്ലാരും പാടുകയാണ്. അപ്പൊ തുടങ്ങാം അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. 10 മണിക്കൊരു ബെല്ലടി കേട്ടാൽ മുടടിയില്ല ക്ലാസ്സിൽ കേറാൻ, ചുരൽ വടിയില്ല ഹോംവർക്ക് ഇല്ല, സറമാരോ ചങ്കുകളായി ബൈ പൊളിയായി സീനായി ഫ്രീക്കായി. വി സ്വപ്നം കാണും പള്ളിക്കൂടം, വി സ്വപ്നം കാണും പള്ളിക്കൂടം, വി സ്വപ്നം കാണും പള്ളിക്കൂടം. വി ആർ 10D rappers, we are 10D rappers. അടിപൊളി. എന്തായാലും റാപ്പ് സോങ് ആണ്. രാവിലെ തന്നെ ഭയങ്കര ഉഷാറാണല്ലോ രാവിലെ. നല്ല ചായ, നല്ല കാപ്പി. നല്ല ചായ, നല്ല കാപ്പി. എന്താ പേരെന്താ? ഐഷ. ഐഷ എന്നെത്തി? തുടക്കത്തിൽ തന്നെ എത്തിയോ? എങ്ങനെയുണ്ട് കലോത്സവത്തിന് വന്നപ്പോ? എങ്ങനെ വൈബ്? ഇവിടുത്തെ വൈബ് എങ്ങനെയുണ്ട്? ഇവിടെ വൈബ് ഞങ്ങളുടെ ടാഗോർ തിയേറ്റർ മൊത്തം വൈബായിരുന്നു. ആൾക്കാരെല്ലാം എണീറ്റ് കൈയടിക്കും. അതൊക്കെ കാണണ്ടയാണ്. കാരണം എല്ലാ ആൾക്കാരും എണീറ്റ് കൈയടിച്ച് ഞങ്ങളുടെ കൂടെ ഇന്ന് പാട്ടൊക്കെ പാടി അവിടെ എൻജോയ്മെന്റ് ആയിരുന്നു. പൊളിച്ചാനായിരുന്നു. കൊല്ലത്തെ കലോത്സവം ഒക്കെ കണ്ടല്ലോ. കഴിഞ്ഞ വർഷം കൊല്ലമായിരുന്നു. കൊല്ലമാണോ പൊളിച്ചത്? തിരുവനന്തപുരമാണോ പൊളിച്ചത്? ഞങ്ങളുടെ കൊല്ലം പൊളി. ഞങ്ങൾ കൊല്ലം പൊളിയാണ്. കൊല്ലംകാരാണ്, എന്റെ നാട്ടുകാരാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട് എനിക്ക് ഇവരുടെ പങ്കുവന്നു. കൊല്ലംകാരൻ ഒരു ആർപ്പ വിളിച്ച് നമ്മൾ രാവിലെ ഒരു ആർപ്പ. പിള്ളേര് പൊളിയാണ്, വൈബാണ്. എന്തായാലും അവരുടെ പാട്ടിൽ പറഞ്ഞതുപോലെ തന്നെ വൈബാണ്, ട്രെൻഡാണ്, പൊളിയാണ്, ഫ്രീക്കാണ്. അപ്പൊ ഈ കലോത്സവം ഇനി അവസാനിക്കാൻ വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. നമുക്ക് വേദിയിലോട്ടൊക്കെ പോകേണ്ടിയിരിക്കുന്നു. വേദിയിലൊക്കെ പ്രധാന വേദിയിൽ നടക്കുന്നത് നാടോടി നൃത്തമാണ്. ഒറ്റ മത്സരം മാത്രമേ ഉള്ളൂ. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 വേദികളിൽ മറ്റ് പരിപാടികളില്ല.
എന്തായാലും മത്സരങ്ങൾ ഇന്ന് കുറവാണ്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഏകദേശം നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് വിജയികൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷമാണ് 4 മണിയോടുകൂടി സമാപന സമ്മേളനം നടക്കുക. എന്തായാലും ആ സമാപന സമ്മേളനത്തിന് മുന്നോടിയായും അതിനുശേഷമൊക്കെ തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു നഗരപ്രദേശം, ഈ ഒരു കലോത്സവ നഗരി ഒന്നാകെ തന്നെ ആഘോഷത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. എന്തായാലും ആ ആരവങ്ങളൊക്കെ തന്നെ രാവിലെ മുതൽ ഇവിടെ മുഴങ്ങും. കപ്പാരടിക്കുമെന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ ഒരു ഉത്തരമുണ്ടാകും. ആ വിജയശ്രീ ലാളിതരായി അവർ ഇങ്ങനെ കപ്പും കൊണ്ട് ഇവിടെ കൂടെ അതെ. അപ്പൊ നമ്മള് ഈ കലോത്സവത്തിന്റെ അവസാന ദിവസം ഈ കുറച്ച് മണിക്കൂറുകളിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ വേദിയിലേക്ക് എത്താൻ. വഞ്ചിപ്പാട്ടുണ്ട്, പളിയ നൃത്തം, മോഹിനിയാട്ടം, അതേപോലെ തന്നെ ഇരുള നൃത്തമുണ്ട്, നാടോടി നൃത്തമുണ്ട്, പിന്നെ ഈ വയലിൻ, അങ്ങനെയുള്ള ഓറിയന്റൽ വയലിൻ അടക്കമുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതിന് ശേഷമായിരിക്കും ട്രഷറിയിൽ സൂക്ഷിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാസർഗോഡ് നിന്നും യാത്ര തുടങ്ങി, ജൈത്ര യാത്ര തുടങ്ങി, അങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തി തിരുവനന്തപുരം DG ഏറ്റുവാങ്ങിയ ആ 117 പവനുള്ള സ്വർണ്ണ കപ്പ്, ആ സ്വർണ്ണ കപ്പ് അങ്ങനെ തലസ്ഥാനത്തേക്ക് എത്തി സ്വീകരിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് എത്തിയ കപ്പ് അങ്ങനെ ട്രഷറിയിലാണ് ഉള്ളത്. ആ ട്രഷറിയിൽ നിന്ന് വൈകിട്ടൊരു 3:30 കൂടി അത് വളരെ ആഘോഷത്തോടു കൂടി തിരുവനന്തപുരത്ത് ഈ കലോത്സവ വേദിയിലേക്ക് എത്തും. ആ കലോത്സവ വേദിയിൽ എത്തിയതിലേക്ക് ഈ റിസൾട്ട് ആരാണ് ഫൈനൽ എന്നുള്ളത് നമുക്ക് അറിയാൻ ചെയ്യും. ഇപ്പോൾ കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അവരോട് തന്നെ കുറച്ചുകൂടി വിശേഷിച്ച് ചോദിക്കണം. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഇവർക്കൊക്കെ കഴിഞ്ഞ കുറേ ദിവസം. ചേട്ടാ, ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ദിവസമായിട്ട്? ഉറക്കമില്ലാത്ത രാത്രി തന്നെ. പക്ഷേ നമുക്കൊന്നും കച്ചവടം കുറവാണ്. കുറവുള്ളവരുമുണ്ട്, കൂടുതലുള്ളവരുമുണ്ട്. അങ്ങനെയാണ് സംഭവങ്ങൾ. നമ്മൾ ആരെയും ഒന്നും പറയുന്നതല്ല, അപവാദം പറയുന്നതല്ല. എനിക്ക് സ്വാഭാവികമായിട്ട് കച്ചവടം കുറവാണ്. അതിനപ്പുറത്തോട്ടുള്ള കടകളിലൊക്കെ കച്ചവടം ഉണ്ട്. പിള്ളേരുടെ കലോത്സവം എങ്ങനെയുണ്ട്? പിള്ളേരുടെ കലോത്സവം പിള്ളേരെ കലോത്സവമൊക്കെ അടിപൊളി തന്നെ. പക്ഷേ പിള്ളേരെ കലോത്സവത്തിന്റെ സ്റ്റേജ് പ്രോഗ്രാം മാത്രമല്ലേ TV-യിൽ കാണിക്കുന്നുള്ളൂ. ഓഡിയൻസ് ഇരിക്കുന്നൊന്നും കാണിക്കുന്നില്ലല്ലോ. രാത്രിയൊക്കെ വരുമ്പോൾ വളരെ കുറവല്ലേ ആളുകൾ, അതൊന്നും കാണിക്കുന്നില്ല. അദ്ദേഹം സൂചിപ്പിച്ചതല്ലേ കാണികളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആദ്യം പോലെ പറയുന്നുണ്ട്. കാരണം ചില മത്സര ഇനങ്ങൾ നടക്കുമ്പോൾ കാണികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു വേദികൾ. അതിൽ കുട്ടികളടക്കമുള്ളവർ പറയുകയും ചെയ്തു, ഒരു ഓളം ഉണ്ടായിരുന്നില്ല ആ കാണികളുടെ ഭാഗത്ത് നിന്ന്. നാടകത്തിനൊക്കെ ഓളം ഉണ്ടായിരുന്നു കേട്ടോ, നിറഞ്ഞ സദസ്സായിരുന്നു, ഇരിക്കാൻ പോലും കസേര. ഓരോ മത്സരങ്ങൾക്കും ഓരോ രീതിയിലാണ്. അതായത് ചില വേദികളിൽ സദസ്സിലൊക്കെ നിറയെ കാണികൾ ഉണ്ടാകും, ചിലയിടങ്ങളിൽ കാണികളുടെ എണ്ണം കുറവായിരിക്കും. എന്തായാലും എനിക്ക് ശാലിനിയോട് ചോദിക്കാനുള്ളത്, കപ്പടിക്കണം, ഏത് ജില്ല കപ്പടിക്കണമെന്നായിരുന്നു ശാലിനിയുടെ ഒരു ആഗ്രഹം? സ്വന്തം ജില്ല കപ്പടിക്കണമെന്നാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ആതിഥേയത്വം വഹിച്ചത് കൊല്ലം ജില്ലയാണ്. അപ്പോൾ കൊല്ലം ജില്ല തന്നെ ഇത്തവണ കപ്പടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവരേറെ പിന്നിലാണ്. നമ്മളിപ്പോൾ എന്തായാലും വേദിയിലേക്ക് പോവുകയാണ്. ഇനി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നമ്മുടെ പ്രധാന വേദിയായ MD നിളയിലേക്ക് എത്തും. നിളയിൽ നമ്മുടെ ബാക്കി ടീം റെഡി ആയിരിക്കുകയാണ്. അവിടെ നമുക്ക് സ്വർണ്ണക്കപ്പ് ഉയർത്താൻ സമയമായിട്ടുണ്ട്.